ഈ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ മഴ വിനാശം വിതച്ചപ്പോൾ നമ്മുടെ ഇവിടെയും ചെറിയൊരു ആശങ്കയുണ്ട്. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറക്കാൻ സാധ്യതയുണ്ട്. ജലനിരപ്പ് 142 അടിയോടെ അടുത്താൽ സെക്കൻഡിൽ 10,000 ഘനയടി വെള്ളം തുറന്നുവിടാനാണ് തമിഴ്നാടിൻ്റെ തീരുമാനം. പെരിയാറിൽ നിലവിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യവുമില്ല. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് പറയാൻ. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പിൻ്റെ അവസ്ഥ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? സ്കെയിൻ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. നിലവിലത്തെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 138.50 അടിയാണ്. 142 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ മാത്രമേ തമിഴ്നാട് ഒരുപക്ഷെ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനുള്ളൊരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ശരാശരി 7,000-ഓളം ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്നതാകട്ടെ 1,867 ഘനയടി വെള്ളം മാത്രമാണ്. തമിഴ്നാട്ടിലും മഴയാണ്, അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്ന വെള്ളത്തിനും ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഈ വെള്ളം തുറന്നു വിട്ടുകൊണ്ട് ഈ ജലനിരപ്പ് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി തമിഴ്നാട് ഇപ്പോൾ എന്തായാലും സ്വീകരിച്ചിരിക്കുന്നത്. 10 മണിയോടുകൂടി ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് 10,000 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കും, ഘട്ടം ഘട്ടമായി ഒഴുക്കും എന്നുള്ളതാണ് ഇന്നലെ അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് 2 മുന്നറിയിപ്പുകൾ തമിഴ്നാട് കേരളത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് നേരെ പെരിയാറിലേക്കാണ് ഒഴുകിയെത്തുന്നത്. നിലവിൽ പെരിയാറിൽ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഉള്ളത്. കാരണം കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാര്യമായി മഴ പെയ്തിരുന്നില്ല. ഇടുക്കിയിൽ വലിയ കാര്യമായിട്ടൊന്നും മഴ പെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പെരിയാറിൽ ജലനിരപ്പ് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 10,000 അല്ല 20,000 ഘനയടി വെള്ളം തുറന്നു വിട്ടാൽ പോലും അത് ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ജില്ലാ ഭരണകൂടം കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു രാഹുൽ വിജയൻ. എന്തായാലും മുല്ലപ്പെരിയാറിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാൽ തൽക്ഷണം അതിനു മുമ്പ് തന്നെ പ്രേക്ഷകരെ അറിയിക്കാം. പെരിയാറിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം പെരിയാറിൻ്റെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾക്കില്ല.